ശ്രീ ജവാദ് മുസ്തഫാവി, ഇത് കോൺഗ്രസിന് പറ്റിയ ഒരു അബദ്ധം എന്ന രീതിയിലാണോ താങ്കൾ കാണുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന്റെ മുമ്പ് ഇതിന്റെ ചരിത്രപരമായ ചില വിശദാംശങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പൊ കേരളത്തിൽ സമീപകാലത്ത് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി വന്ദേമാതരം മുഴുവൻ പാടണം എന്ന ഉത്തരവിടുന്നു. സർക്കാരിന്റെ ഭാഗമായ മുസ്ലിം ലീഗിന്റെ ഒരു വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അത് ഗവർണറുടെ നിർദ്ദേശമാണ് പോലെയുള്ള ന്യായങ്ങൾ അതിന് നിരത്തുന്നു. ഗവർണർ അത് നിഷേധിക്കുന്നു. ഇങ്ങനെ വളരെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ട്. അത് ഇന്ന് എത്തി നിൽക്കുന്നത് AICC ആസ്ഥാനത്തും കോൺഗ്രസ് ഭരിക്കുന്ന വിവിധ സംസ്ഥാനത്തും വന്ദേ ഭാരതത്തിന്റെ വിവാദമായ സ്റ്റാൻസുകൾ ഉൾപ്പെടെ ആലപിച്ചു എന്നിടത്തേക്കാണ്. ഇത് കുറച്ചുകൂടി ഏകദേശം 1.5 നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ രചിക്കപ്പെട്ടതാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരം എന്ന ഗീതം. ആനന്ദമഠം എന്ന നോവലിൽ ഉൾപ്പെട്ട ഒരു ഗീതമാണിത്. അന്ന് തന്നെ ഈ ഗീതത്തിനെതിരെ 2 വിമർശനങ്ങളാണ്, വിവാദങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, ഇതിന്റെ ആദ്യത്തെ 2 സ്റ്റാൻസുകളിൽ മാതൃഭൂമിയുടെ ഭംഗിയും സൗകുമാര്യതയും ഒക്കെ വർണ്ണിക്കുന്ന, അതിനെ പ്രകീർത്തിക്കുന്നതാണെങ്കിലും അതിനുശേഷമുള്ള 4 ചരണങ്ങൾ മാതൃഭൂമിയെ ഒരു ദേവതയായി സങ്കല്പിക്കുകയും അതിനെ വന്ദിക്കുകയും ചെയ്യുന്ന ഹൈന്ദവ ദൈവസങ്കല്പത്തിന്റെ സ്വഭാവത്തിലുള്ള ഒന്നാണ് എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു വിമർശനം. എന്നാൽ രണ്ടാമത്തെ വിമർശനം ഈ ഗീതം ഉൾപ്പെട്ട ഇതിന്റെ ഇതിവൃത്തം ആനന്ദമഠം എന്ന നോവലുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇപ്പൊ സമീപകാലത്ത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് പ്രസിദ്ധീകരിച്ച ഹിന്ദു നാഷണലിസം ഇൻ ഇന്ത്യ എന്നൊരു പുസ്തകമുണ്ട്. പ്രമുഖ ചരിത്രകാരി തനിക സർക്കാരാണ് അതിന്റെ രചയിതാവ്. അതിലൊരു അധ്യായം തന്നെ ദ ബർത്ത് ഓഫ് എ ഗോഡസ് എന്നാണ്. അതില് ഈ ബങ്കിം ചന്ദ്രയുടെ ആനന്ദമഠം എന്ന നോവലുമായി ബന്ധപ്പെട്ട പഠനങ്ങളും അവലോകനങ്ങളുമാണ്. എന്താണ് ഈ നോവലിന്റെ ഇതിവൃത്തം എന്നാണ് അവർ പരിശോധിക്കുന്നത്. നമ്മൾ കൊട്ടിഘോഷിക്കുന്നത് പോലെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളുടെയോ സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളുടെയോ ഇതിവൃത്തമല്ല ആനന്ദമഠം എന്ന നോവലിൻ്റെത് എന്നാണ് രണ്ടാമത്തെ പ്രശ്നം. ഈ നോവല് വളരെ ബോധപൂർവമായ ഒരു ഹിന്ദു പൊളിറ്റിക്കൽ സബ്ജക്റ്റിനെയും അല്ലെങ്കിൽ ഹൈന്ദവ ദൈവസങ്കല്പങ്ങളിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ സങ്കല്പത്തെയും നിർമ്മിച്ചെടുക്കാനുള്ള ബോധപൂർവമായ ഒരു അജണ്ട ഉൾപ്പെടുന്നതാണ് നോവൽ എന്ന് തനിക സർക്കാർ വിശകലനം ചെയ്യുന്നുണ്ട്. അദ്ദേഹം അതിനുശേഷം എങ്ങനെയാണ് ഇപ്പോൾ വർത്തമാനകാലത്ത് ഹിന്ദുത്വ ദേശീയതാവാദികൾ അവരുടെ ചില ചിന്തകളെ, അവരുടെ ചില ഈ ഹിന്ദു രാഷ്ട്രത്തെ കുറിച്ചുള്ള ചില സങ്കല്പങ്ങളെ അതിന്റെയും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എങ്ങനെയാണ് ബങ്കിം ചന്ദ്രയുടെ രചനകളിൽ ആന്റിസിപ്പേറ്റ് ചെയ്തത് എന്നുകൂടി അവർ ഗവേഷണം നടത്തുന്നുണ്ട്. അപ്പോ ഒരു മാതൃഭൂമിയെ സംരക്ഷിക്കുന്ന ഒരു ദേവത, ആ ദേവതയുടെ കീഴിൽ ഒരുപാട് സന്യാസികൾ, അവരുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന കലാപങ്ങളാണ് ഈ നോവലിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. അദ്ദേഹം ഈ രചന എഴുതുന്നത്, ആനന്ദമഠം എഴുതുന്നത്, ബ്രിട്ടീഷുകാര് ബംഗാളിലുള്ള ജനങ്ങളെ പൗരുഷ്യമില്ലാത്തവരാണ്, ശാരീരികമായി ബലഹീനരാണ് പോലെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോ ഇതിന്റെ ഒരു കോംപ്ലക്സ് അദ്ദേഹത്തെ വളരെയധികം ആശങ്കാകുലനാക്കിയിരുന്നു ബങ്കിമിനെ. ആ ആശങ്കയിൽ നിന്നുകൂടിയാണ് അദ്ദേഹം ഈ ഒരു രചന നിർവഹിക്കുന്നത്. പക്ഷെ ഇതില് അദ്ദേഹം ഹൈന്ദവ വീരഗാഥകളിൽ ഏറ്റുപാടിയതാണ് വന്ദേ മാതരം. അപ്പോൾ ഈ ചരിത്രത്തിന്റെ വികല നിർമ്മിതികൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ 4 പതിറ്റാണ്ട് കാലം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഏറ്റുപാടിയ ഒന്നാണ് വന്ദേ മാതരം എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. 1935 മുതൽ 37 പിന്നെ ഈ തീരുമാനത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് ആദ്യത്തെ 2 സ്റ്റാൻസ്, 2 ഖണ്ഡിക മാത്രം മതി എന്ന തീരുമാനത്തിലേക്ക് വന്നത്. അത് പ്രകൃതി വർണ്ണനയുമായിരുന്നു. പക്ഷേ മറ്റ് ചരണങ്ങളിലാണ് കൂടുതലായിട്ടും രാജ്യസ്നേഹം ഉയർന്നു വരുന്നത്. രാജ്യത്തിന്റെ ശക്തി എന്താണെന്ന് ബ്രിട്ടീഷുകാരെ കേൾപ്പിച്ചു കൊടുക്കുവാനുള്ള ഈരടികൾ ഉള്ളത് ഈ അതിനുശേഷമുള്ള 3ാമത്തെ സ്റ്റാൻസ് മുതലാണ്. അത് വേണ്ടെന്ന് വെക്കുന്നു എന്ന് പറയുമ്പോൾ അതാണ് രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിന് ഊർജം പകർന്നിരുന്ന വരികൾ. അതാണ് 1937 വേണ്ടെന്ന് വെച്ചത്. അല്ലാതെ താങ്കൾ പറയുന്ന പോലെ ഈ ഹിന്ദു മുസ്ലിം വൈരം എന്ന രീതിയിലേക്ക് അത് ചില രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. ശ്രീ ജവാദ് മുസ്തഫാവി, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇപ്പോഴത്തെ കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിന് പോലും വെളിയിൽ എതിർപ്പും ഉള്ളിൽ മറ്റൊന്നുമായി മാറുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. പാടുന്നതും അതുപോലെ തന്നെ പറയുന്നതും രണ്ടും രണ്ടാണോ എന്നുള്ള കാര്യം. തനിക സർക്കാർ വിശകലനം ചെയ്യുന്നത് പോലെ ചരിത്രപരമായി ഇത് 37 ഉണ്ടാകുന്ന ഒരു വിവാദമൊന്നുമല്ല.
എങ്ങനെയാണ് ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെതിരെ രചിക്കപ്പെട്ടതെന്ന് നമ്മൾ ആഘോഷിക്കുന്ന ഒരു നോവലിൽ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെതിരെ എന്താണ് ഉള്ളത് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടോ? അറിവുള്ള ആളുകൾ, മര്യാദ പഠിപ്പിക്കുന്ന ആളുകൾ, ഇങ്ങനെ ബ്രിട്ടീഷ് കൊളോണിയൽ ശക്തികളെ പ്രകീർത്തിക്കുന്ന പല ഭാഗങ്ങളും ഉൾപ്പെട്ടതാണ് ആനന്ദമഠം എന്ന നോവൽ. അടിസ്ഥാനപരമായിട്ട് ഒരു മുസ്ലിം വിരുദ്ധ പ്രൊജക്ട്. ഹൈന്ദവതയുടെ പൗരുഷത്തെ പ്രകടിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ അവരുടെ ഞങ്ങൾ ബലഹീനരല്ല എന്ന് തെളിയിക്കേണ്ടത് മുസ്ലിങ്ങളുടെ മേൽ അധികാരം പ്രയോഗിച്ചുകൊണ്ടാണ് എന്ന ഒരു അജണ്ട സൃഷ്ടിക്കുന്ന ഒരു നോവലാണത്. അതാണ് അതിലെ പ്രധാനമായി രാഷ്ട്രീയമായി ഉയർന്ന ഒരു വിവാദം എന്ന് പറയുന്നത്. ഈ രണ്ട് വിമർശനങ്ങളാണ്. അതിനെ തുടർന്ന് ഈ വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് 1937 ഇതിൽ ആദ്യത്തെ മാതൃഭൂമിയെ പ്രകീർത്തിക്കുന്ന 2 ചരണങ്ങൾ മാത്രമേ ആലപിക്കേണ്ടതുള്ളൂ, ബാക്കിയുള്ളത് ഔദ്യോഗിക ചടങ്ങുകളിൽ ആലപിക്കാൻ പാടില്ല എന്ന തീരുമാനം കോൺഗ്രസിന്റെ ദേശീയ കമ്മിറ്റി സ്വീകരിക്കുന്നത്. എന്നാൽ അന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ആ 2 ചരണങ്ങളും ആലപിക്കുന്നതിനെതിരായിരുന്നു. എന്നാൽ 1937 നിന്ന് 2006 എത്തുമ്പോൾ ഈ 2 ചരണങ്ങൾ മാത്രമല്ല, അതിനപ്പുറത്തേക്കുള്ളതും പ്രശ്നമല്ല എന്ന രൂപത്തിലേക്ക് എങ്ങനെയാണ് AICCയുടെ നേതാക്കളും കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും സർക്കാരും, വിശിഷ്യ കേരളത്തിൽ അഡീഷണൽ സെക്രട്ടറിയുടെ ഉത്തരവുണ്ടായി. ഈ ഉത്തരവിനെ പിൻവലിച്ചത് ഒരിക്കലും കോൺഗ്രസിന്റെ രാഷ്ട്രീയ ജാഗ്രതയുടെ ഭാഗമല്ല എന്ന് തെളിയിക്കുന്നതാണ് ഇതര കോൺഗ്രസ് സ്റ്റേറ്റുകളിലും കോൺഗ്രസിന്റെ ആസ്ഥാനങ്ങളിലും ഇന്ന് നടന്ന ഗീതങ്ങൾ. കേരളത്തിൽ അത് ആലപിക്കപ്പെടാതെ പോയത് കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ, കേരളത്തിലെ ജനങ്ങളുടെ ശക്തമായ പ്രതികരണങ്ങളുടെ, പ്രതിരോധത്തിന്റെ വിജയം മാത്രമാണ്. 1937 നിന്ന് 2026 എത്തുമ്പോൾ കോൺഗ്രസിന് സംഭവിച്ച അപജയങ്ങളും തങ്ങളുടെ പാരമ്പര്യവും ചരിത്രപരമായ പൈതൃകവും അവകാശപ്പെടാനുള്ള ഒരു ശേഷി വർത്തമാനകാലത്ത് കോൺഗ്രസിനുണ്ടോ എന്ന് കൂടി പരിശോധിക്കാൻ. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. പക്ഷെ അവിടെ കോൺഗ്രസ് ആസ്ഥാനത്ത് സോണിയാഗാന്ധിയും ഖർഗെയും ഒക്കെ അസ്വസ്ഥരാകുന്നത് കാണാമായിരുന്നു കേട്ടോ. അതായത് തങ്ങളുടെ അറിവോടെ അല്ല അവിടെ വന്ദേമാതരം മുഴുവനായി ആലപിച്ചത് എന്നുള്ള കാര്യം. അതായത് ആ 3ാമത്തെ ഖണ്ഡിക ആലപിച്ചു തുടങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ സോണിയാഗാന്ധി അസ്വസ്ഥയാകുന്നുണ്ടായിരുന്നു. കാരണം ഇത് കോൺഗ്രസിന്റെ നിലപാടല്ല എന്ന കാര്യം അവരുടെ ആ ശരീരഭാഷയിൽ വ്യക്തമായിരുന്നു. പക്ഷേ പിന്നീട് വന്ന വിശദീകരണം വിചിത്രമായിരുന്നു. യഥാർത്ഥത്തിൽ അതിനുശേഷം വന്ദേമാതരം ആലാപനം തടസ്സപ്പെടുത്തുകയാണ് അവിടെ ഉണ്ടായത്. തടസ്സപ്പെടുത്തുവാനുള്ള ശ്രമമാണ്, നിർത്തുവാൻ പറയുകയായിരുന്നു സോണിയാഗാന്ധി ചെയ്തത്. പക്ഷേ പിന്നീട് ജയറാം രമേശ് വളരെ തന്ത്രപരമായിട്ട് തടസ്സപ്പെടുത്തലുണ്ടായില്ല, അവിടെ സോണിയാഗാന്ധി കസേര വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞത് ഈ നിയമനിർമ്മാണം നടന്നതുകൊണ്ടാണ്. നിയമനിർമ്മാണത്തിൽ പറയുന്നത് ദേശീയ ഗാനത്തിന് തുല്യമായ പദവിയാണ്. അതിനാൽ തന്നെ 3 വർഷം ജയിൽ ശിക്ഷ കിട്ടാവുന്ന ക്രിമിനൽ കുറ്റമായി മാറും വന്ദേമാതരം ആലപിക്കുന്നത് തടസ്സപ്പെടുത്തിയാൽ എന്നുള്ളത്. അത് ആ നിയമനിർമ്മാണത്തിൽ ഉൾപ്പെട്ടത് കൊണ്ടാണെന്ന് കരുതുന്നു കേട്ടോ. കാരണം അതൊരു മറ്റൊരു വിവാദമാക്കേണ്ട കാര്യമില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കാം. ശ്രീ യുവരാജ് ഗോകുൽ, ഈ പറഞ്ഞതുപോലെ ജവാദ് പറഞ്ഞതുപോലെ കോൺഗ്രസ് ഈ രാഷ്ട്രീയ നിലപാടിൽ നിന്ന് വ്യതിചലിച്ചു എന്ന കാര്യം, അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അതോ അവിടെ ഒരു അബദ്ധം പറ്റിയതാണോ? ഇല്ല, 1936 ഒരുപക്ഷെ അവസാനമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ ഔദ്യോഗികമായിട്ടുള്ള വേദിയിൽ വന്ദേമാതരം എന്ന് പറയുന്ന അതിമഹത്തായിട്ടുള്ള ആ ഗാനം പരിപൂർണമായിട്ടും ആലപിച്ചിട്ടുണ്ടാവുക. അതിനുശേഷം 1937 മുതൽ അവരെൻ്റെ 2 സ്റ്റാൻസ മാത്രമേ പാടുന്നുള്ളൂ. എന്തായിരുന്നാലും ശരി തന്നെയാണ്, 90 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്വന്തം ആസ്ഥാനത്ത് അവർ ഭാരതീയമായിട്ടുള്ള ഒരു ആത്മാഭിമാനത്തിനെ വീണ്ടെടുത്തു നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിലെന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അഭിനന്ദനങ്ങൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ. 9 പതിറ്റാണ്ടിന് ശേഷം ആദ്യമായിട്ട് നിങ്ങൾക്ക് മുസ്ലിം ലീഗിനെ ഭയമില്ലാതെ വന്ദേമാതരം പരിപൂർണമായിട്ട് AICC ആസ്ഥാനത്ത് പാടാൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുകയാണ്. പിന്നെ ശ്രീ ജവാദ് ഇവിടെ പറഞ്ഞ സ്ഥലത്ത് നിന്ന് മറുപടി പറഞ്ഞു തുടങ്ങുന്നത് പറയുന്നത് ബോധപൂർവം തന്നെയാണ് എന്നാണ് അല്ലേ? മഞ്ജുഷ, ഇതിനകത്ത് ഞാനൊരു കാര്യം പറയാം. ഇതിനകത്ത് ഈ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.